ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്ഷനിൽ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല, പത്തിരിയുടെ പാകം അറിയില്ല, കൊന്താണ് അതേപോലെ വെള്ളം വെച്ചിട്ട് വാട്ടിയെടുക്കാൻ അറിയില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത മില്ലിൽ നിന്ന് പൊടിപ്പിച്ചെടുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 4 ഗ്ലാസ് പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പാകമാക്കിയിട്ട് 6 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന ഫോളോയിലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം പാകമായിരിക്കും. അപ്പോൾ ഞാൻ ഈ സ്റ്റീലിൻ്റെ തട്ട് നമുക്കിന്ന് കുഴച്ചെടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല. നമുക്കത് തുണിയുടെ ആവശ്യമുണ്ട് കേട്ടോ. നല്ലൊരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നന്നായിട്ട് കഴുകി അലക്കിയെടുത്ത തുണിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലൊന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല വൃത്തിയുള്ള തുണി, ഡബിൾ ക്ലോത്തിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വെള്ള തുണിയാണ്. നിങ്ങൾക്ക് ഏത് കളറും എടുക്കാം കേട്ടോ. കളറ് പിടിക്കാത്ത നല്ലൊരു തുണിയായ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് നല്ലൊരു നനവോട് കൂടി തന്നെ വേണം നല്ലോണം പിഴിഞ്ഞെടുക്കണം. ഇനി നമ്മൾ പത്തിരി വാട്ടിച്ച് ഈ ഒരു തുണിയിലോട്ടാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ പത്തിരി വാട്ടാനായിട്ടുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചെമ്പട്ടിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് കല്ലുപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഉപ്പ് കൂടുതൽ വേണം. ഇതിപ്പോൾ മീഡിയം പാകത്തിന് സൈസിൽ ഉപ്പായിരുന്നു. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടാത്തതിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഇതിലോട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് പറ്റും. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൊടി ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു കയ്യിലിൻ്റെ തവയുടെ ബാക്ക് ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഈ ചൂടുള്ള വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ഒരു കയ്യിലിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. നല്ല ഇളക്കി തീയൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ് ഈ ആവിയിൽ തന്നെ അടച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ കയ്യിലിൻ്റെ ഭാഗത്തുള്ളൊക്കെ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നമ്മൾ നല്ലൊരു അടപ്പ് എടുത്തത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി 2 മിനിറ്റ് ഇതിലെല്ലാം കുക്കായി കിടക്കണം. അപ്പോൾ ആവിയിൽ 2 മിനിറ്റിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമ്മുടെ തുണിയിലോട്ട് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കൈ പൊള്ളുന്ന നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നല്ലൊരു തുണി പിടിച്ചിട്ട് നമ്മുടെ തുണിയിലോട്ട് ഇത് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ചുരണ്ടി എടുക്കുക. എന്നിട്ട് 4 പോർഷനും കൂട്ടി പിടിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കൈ പൊള്ളാതെ പത്തിരി നല്ല പെർഫെക്ഷൻ നല്ല മയത്തിൽ കിട്ടണമെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ചെടുത്താൽ മാത്രമേ പത്തിരി നല്ല പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. മറ്റേ നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി നല്ലോണം നനച്ച് മുറുക്കി പിഴിയാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ഉസാറിൽ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ പത്തിരിയുടെ ഇതൊന്ന് തട്ടി കൊടുക്കണം. നല്ല വീതനം വെച്ച് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒരു 5 മിനിറ്റോളം കുഴച്ച് കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഒരു വിധം കുഴ കഴിയും കേട്ടോ. അപ്പോൾ ഒരു നല്ല പെർഫെക്ഷൻ നല്ല മയത്തിൽ കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടിയിലിട്ടിട്ട് വെറുതെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. ചൂടോട് കൂടി തന്നെ ഈ ഒരു കുഴയാണ് ഇതിൻ്റെ മെയിൻ. ഇത് നല്ല സൂപ്പറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വേറെ ആരെയും ഹെൽപ്പ് ഇല്ലാത്ത നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ കൈ പൊള്ളുന്ന പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കുഴച്ചെടുക്കാൻ. ഇതിങ്ങനെ തുണി നനച്ചത് കൊണ്ട് തന്നെ നമുക്ക് തീരെയും കൈ പൊള്ളൂല. ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്തായെന്ന് തുറന്ന് നോക്കുക. അപ്പോൾ നല്ല നന്നായി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ കൂട്ടിപ്പിടിച്ച് 2-3 പ്രാവശ്യം അങ്ങനെ കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് നല്ല ഹെൽപ്ഫുള്ളാണ്, പത്തിരി ഉണ്ടാക്കണ മടിയെ മാറി കിട്ടിയെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ തന്നെ ഇനി ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഈ സ്റ്റീലിൻ്റെ തവയിലിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും കുറഞ്ഞ ചൂടുണ്ട്. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ചൂടാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ചൂട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ കുഴച്ചിട്ട് നമുക്കത് അവരെ ബോൾസ് ആക്കിയിട്ട് റൗണ്ടിൽ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നല്ല കഴിഞ്ഞ് പ്രത്യേകിച്ച് എണ്ണ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിലോട്ട് എണ്ണ ആക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് കൈ ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഉരുട്ടി കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും നമ്മളെ പത്തിരിയുടെ ബോൾ. അപ്പോൾ നമ്മൾക്ക് പ്രസ്സിലൊക്കെ
ഇട്ട് പരത്തി കൊടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യുമ്പോൾ പ്രസ്സുമ്മൽ അല്പം എണ്ണ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ബോൾസിൻ്റെ മേളിൽ എണ്ണ തേക്കണം എന്നില്ല. ഞാൻ കയ്യൊന്നും നല്ലോണം നനച്ചിട്ടുള്ള വെള്ളം നനവാണ്, എണ്ണയല്ല കേട്ടോ. അത് നല്ലോണം സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് കുട്ടികൾക്കൊന്നും ഇപ്പോൾ പത്തിരി ചുട്ടെടുക്കുക പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം. കാരണം ഈ ഒരു കൊയാന്ന് ആലോചിക്കുമ്പോൾ ആർക്കും പത്തിരിക്കൊരു നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള പത്തിരി വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതാ പ്രസ്സിലോട്ട് ഇട്ടിട്ട് പരത്തി എടുക്കുന്ന വീഡിയോ കണ്ടാലോ. അപ്പോൾ അതാ കുറച്ച് എണ്ണ പ്രസ്സുമ്മ തേച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ പ്രത്യേകിച്ച് എണ്ണ നമ്മൾ റൂൾസും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും. നല്ല പരന്ന് വരും. ജസ്റ്റ് ഒന്ന് ഒരുപാട് നമ്മൾ കൈ പ്രഷർ കൊടുത്ത് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മറ്റേത് നമ്മൾ റിസ്ക് എടുത്ത് ഒരുപാട് നമ്മൾ ഊക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പത്തിരി പരത്തിയെടുക്കുക. ഇതിൻ്റെ വെള്ളം നല്ല പെർഫെക്ഷൻ നല്ല പാകമായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല സൂപ്പറായിട്ട് പരന്ന് കിട്ടും കേട്ടോ. അത് നമ്മൾ കുറച്ചൊരു വേറെ പ്ലേറ്റിൽ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടി തട്ടി കൊടുക്കുകയാണ്. പൊടി നല്ലോണം തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പത്തിരി ചുട്ടെടുക്കുന്ന ടൈമിൽ കരിഞ്ഞ് കങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം പൊടി നല്ലോണം തട്ടി കൊടുത്തിട്ട് വേണം വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഒരു പത്തിരിയും കൂടി നമുക്ക് ചുട്ട് കാണിക്കാം കേട്ടോ, പരത്തി കാണിക്കാം. എന്നിട്ട് നമുക്ക് ചുടുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു പത്തിരിയും കൂടി എങ്ങനെയാണ് നന്ന സെൻറ്ററിൽ നമ്മൾ പ്രസ്സിൻ്റെ നന്ന സെൻറ്ററിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള പത്തിരി പുറത്തേക്ക് ഒഴുകി പോകാതൊക്കെ. മറ്റേ നമ്മൾ പരത്തി എടുക്കുമ്പോൾ നന്ന സെൻറ്ററിൽ വെച്ച് കൊടുത്ത് നമ്മൾ മുന്നോട്ട് ആ പ്രസ് അമർത്തി കൊടുക്കണം ആ ഒരു പോർഷനോട്ടേക്ക് ഇത് പത്തിരി നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പത്തിരിൻ്റെ വട്ടൊന്ന് കുറച്ച് ബാക്കോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള ഏത് പ്രസ്സുമൊന്നും ഇതാവുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റും ഒരു ഓയിൽ കവർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം കേട്ടോ, പ്രസ് ഇല്ലാത്തവർക്ക്. അപ്പോൾ നമുക്ക് പത്തിരി വേഗം ചുട്ടെടുക്കാം. അപ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പത്തിരിയുടെ റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പത്തിരിയുടെ കല്ല് അതേപോലെ ഞാൻ അടുപ്പത്താണ് ചുട്ടെടുക്കുന്നത്. പത്തിരിയുടെ കല്ല് നല്ലോണം ചൂടായതിന് ശേഷമാണ് കേട്ടോ ചുട്ടെടുക്കുക. പിന്നെ എന്തെങ്കിലും വെള്ളം ഉണ്ട്, ഇതൊക്കെ നല്ല ഉണങ്ങി പിടിച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. നല്ലോണം ചൂടാവണം, നല്ല പത്തിരി നല്ലോണം നന്നാവുക, അല്ലെങ്കിൽ നല്ല എല്ലാം പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും എല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.